ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിതാ ഓടിപ്പാഞ്ഞിങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലതാ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം അങ്ങനെ കടന്നു പോണത്. ഇന്ന് ഇത്തിരി വേജാറും വെത്തപ്പാടൊക്കെ കൂടും. ഇന്ന് കുറേ പരിപാടിയുള്ള ദിവസമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നീച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കി മൂപ്പര് പണിക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് 5 മണിയായപ്പോൾ തന്നെ കേട്ടോ. പിന്നെ ഞാൻ നടക്കാൻ പോയി വന്ന് കഴിഞ്ഞേരാണ് ഇന്നത്തെ വിശേഷം കാണാനുള്ളത്. അപ്പം നിങ്ങൾ അറിഞ്ഞോ, നമ്മളതാക്കണ വാഴയത്തെ പുതിയ കൊലയല്ല, ഫസ്റ്റത്തെ കൊലയാട്ടോ. അത് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പം മേലവരിയത്തൊക്കെ ഞങ്ങൾ തിന്ന് തീർത്തിട്ടോ. ഇന്ന് ഇതാക്കണേ ഈ ഒരു പഴം പുഴുങ്ങാന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് കൊലയാകുമ്പോൾ നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അപ്പം നമ്മളെ പൊക്കി പറയാൻ ആരും അവകാശം നമുക്ക് വേണ്ടല്ലേ. നല്ല പഴമാണ്, നല്ല ഉഷാറ് പഴമാണ്. ഓരോന്ന് പഴുത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കൊല വെട്ടി ഞങ്ങൾ കന്നിക്കൊല എന്ന് പറയാം. ആ കന്നിക്കൊലൊക്കെ വെട്ടിയാണ്ട് ഇന്ന് ഞങ്ങൾ പഴം പുഴുങ്ങിയതും ചായ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഒന്നാമത് ആരും രാവിലെ അങ്ങോട്ട് ചായ കുടിക്കാനില്ലാനും മൂപ്പർക്ക് ഇന്ന് ചായ വേണ്ട കൊണ്ട് കൊടുക്കാന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് തുണക്കാരെല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പം ഞാനും വാങ്ങിക്കോളാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കണില്ല. പിന്നെ നമ്മളെ കണ്ണനും കുഞ്ഞാറ്റയും കൂടിയിട്ട് എൻ്റെ മമ്മസിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പം ഓളെയും കൊണ്ട് കണ്ണനാണ് പോകണമെന്നിട്ട്. ഇനി ഞാൻ പോയാൽ പിന്നെ പോത്തുകളെ കെട്ടലും ഓൾക്ക് കാടി കൊടുക്കലും കാര്യങ്ങളൊക്കെ നേരം വൈകും. അപ്പോൾ ഓനും പോവുകയാണ് നല്ലത്. പിന്നെ ഒന്നാമത് അത്രയുടെ വരെ നമുക്ക് ബസ്സിൽ പോകാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഓൻ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓല് രണ്ടാളും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓൾക്കും വേണ്ട ചായ, അപ്പോൾ ഓൾക്ക് പഴം മതി എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഉണ്ണിമോളല്ലേ, ഓൾക്ക് ചോറാണ് രാവിലെ തന്നെ താല്പര്യം കേട്ടോ. ചോറ് തിന്നിട്ടാണ് ഓൾ സ്കൂൾക്ക് പോകൽ. അപ്പം അവിടെ ഞാൻ കഴിച്ചില്ലായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഷട്ടപ്പടി ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയിട്ട് ചായ ഉണ്ടാക്കി. പിന്നെ അപ്പം തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടി വെക്കട്ടെ കേട്ടോ. തീ ഇവിടെ മൂട്ടിയിട്ടാണ് നമ്മൾ വെള്ളം വെക്കൽ. ഗ്യാസുമ്മ രാവിലത്തെ പരിപാടികളൊക്കെ ഗ്യാസുമ്മലാണ് എടുക്കൽ കേട്ടോ. ചോറ്, ചായ, കടി, കറി ഒക്കെ ഞാൻ ഗ്യാസുമ്മൽ ഉണ്ടാക്കും. പിന്നെ ചോറ് വെക്കാനാകുമ്പോഴത്തേന് നമ്മൾ തീ മൂട്ടിയിട്ട് ഇവിടെ കൊണ്ട് വെച്ചാലുണ്ടല്ലോ സമാധാനമായി. പിന്നെ നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസുമ്മക്ക് ഓടിച്ചല്ലോ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചു. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര പൈപ്പ് ഇട്ട് കേട്ടോ. ഭയങ്കര പൈപ്പ് പറഞ്ഞാൽ പള്ളി പൈപ്പ് കുറച്ച് സഹിക്കൂല. സത്യത്തിൽ ചിലപ്പോൾ ചില നേരത്തിനൊന്നും എനിക്ക് സഹിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പഴം പുഴുങ്ങിയപ്പോൾ തന്നെ, പിന്നെ പഴത്തിന് ഞാൻ പറഞ്ഞല്ലോ നല്ല മധുരം ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇത്തിരി ചൂടുവെള്ളം, അതേപോലെ തന്നെ 2 പഴം എടുത്താണ്ട് 2 പഴമല്ല 2 മുറി പഴം എടുത്താണ്ട് തിന്നു കേട്ടോ. അപ്പോൾ ഒരു സമാധാനമായി. രാവിലെ നടന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം വരും. പിന്നെ ഇവിടെ ഓട്ടപ്പാച്ചിലാണല്ലോ, ഭയങ്കര ഓട്ടപ്പാച്ചിലാണ്. അതൊക്കെ താങ്ങി നിർത്തണമെങ്കിൽ നമുക്ക് പെട്രോളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ ഓടണമെങ്കിൽ നമുക്ക് പെട്രോളോ ഡീസലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അല്ലെങ്കിൽ കറണ്ടിൻ്റെ കുത്തിയെങ്കിലും വേണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതാക്കണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓടി തീർക്കണമെങ്കിൽ എനർജി വേണമെങ്കിൽ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പം ഇന്ന് വലിയ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പഴം പുഴുങ്ങിയതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇന്ന് സമാധാനമാക്കിയാനും. പിന്നെ ഉണ്ണിമോക്കില്ലേ കിഴങ്ങ് പൊരിച്ചതാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമ്മളെ കുട്ടികൾ ബംഗാളിയാളെ പോലെയാണ്. ഫുള്ള് കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഓൾക്ക് കോളാണ്, ഉഷാറാണ് ഓല്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ മക്കൾ അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. കിഴങ്ങ് പൊരിച്ച് കൊടുത്താൽ, വറുത്ത് കൊടുത്താൽ, എന്ത് കാട്ടി കൊടുത്താലും ഓൾക്ക് അടിപൊളിയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതാക്കണ് നമ്മളെ കേരളത്തിൽ ഫുള്ള് മൊത്തത്തില്ലേ നമ്മളിത് ഇപ്പോൾ കുറവാണ്, മലയാളീസ് കുറവാണ്. ഇപ്പോൾ ഫുള്ള് ബംഗാളികളാണല്ലോ അല്ലേ. അണ്ണന്മാരും കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഓലും കുറച്ച് കുറവാണ്. ഇപ്പോൾ ഫുള്ള് ബംഗാളികളാണ്. എല്ലാ പണിക്കും ഓല കിട്ടും. അങ്ങനെ അതാക്കണ് ഓലയും കുറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. കുറ്റമല്ല കേട്ടോ, പൊതുവെ അങ്ങനെയാണല്ലോ. നമ്മൾ ഗൾഫിലൊക്കെ പോണ പോലെ തന്നെയാണ്. നമ്മളെ നാട്ടിൽ വന്നാൽ ഓൽക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലായിടത്തും സ്വതന്ത്രമായിട്ട് നടക്കാലോ എന്നില്ല, ആ ഒരു ഇതുണ്ടല്ലോ. ആരെയും അങ്ങനെ പേടിക്കണ്ടല്ലോ, അല്ലാതെ ഒന്നിനും പേടിക്കേണ്ടല്ലോ നമ്മളെ കേരളത്തിൽ വന്നാൽ. അതാണ് നമ്മളെ കേരളം. അപ്പോൾ കേരളത്തിനെയും വർണ്ണിച്ചപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ഏറെക്കുറെ അങ്ങനെ പഠിച്ചു എന്ന് പറയാം. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയാലും 2 കൂടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അഞ്ചച്ചവടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓൾക്ക് പരീക്ഷ ഉള്ളത്. അപ്പോൾ ടാറ്റൊക്കെ തന്ന് പോകുന്നുണ്ട്. എന്തോ ഏതായാലും കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ പഠിക്കുക തന്നെയല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഓലും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ളത് ആരാ? ഞാനും നമ്മളെ ഉണ്ണിമോളും തന്നെയുള്ളൂ കേട്ടോ. ഓള് കുളിക്കുകയാണ്. അപ്പോൾ ഞാനിതാക്കണേ കുറച്ച് നേരം ഒന്ന് താറി നിൽക്കണമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം എല്ലാ പണിയും ഇങ്ങനെ ഒതുങ്ങുമ്പോൾ ഒരു താറി നിൽക്കലുണ്ടല്ലോ. ആ താറി നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് ഞാനാണ് ചിന്തിച്ചത്, ഇല്ല താറി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിച്ചാൽ നമുക്ക് എത്രയോ സമയങ്ങൾ ലാഭമാകുമല്ലോ. പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് പോത്തിനെ വിടാണ്ട്, അതിൻ്റെ ഇടയിൽ ഒത്തിരി നേരം നമുക്ക് കിട്ടിയാൽ മിഷീമല്ലോ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം തന്നെ ഇതാക്കണം അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഞാനിവിടെ ഇതാക്കണം ഒരു വലിയൊരു കർട്ടൻ വാങ്ങി അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കിടക്കൽ.
അപ്പോൾ ഒരു കർട്ടൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ റൂം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മക്കൾ പറയും മണിയറയാണെന്നുള്ളത്. ഓലത് കളിയാക്കി പറയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല. മണിയറ തന്നെയാണ്, പള്ളിയറയാണെന്നൊക്കെ പറയും ഞാൻ. നമ്മളെ മണിയറിൻ്റെ കാലമൊക്കെ 10-20 കൊല്ലം മുന്നേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതിപ്പം ഞാൻ ഓർത്ത് അയവിറക്കി ഇരിക്കാം നമ്മളെ പോത്തുകാളെ പോലെ. ഇപ്പം എന്ത് പറഞ്ഞാലും പോത്തുകാളാണ് കേട്ടോ. പോത്തുകാളെയാണ് ഇപ്പോൾ ഉദാഹരണം പറയുന്നത്. അങ്ങനെ ഞാൻ അടിച്ചുവാരലും കൂടി കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം. ഇനിയിപ്പോൾ ഒന്ന് തുടക്കണം. പിന്നെ അടുക്കളയിൽ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേന് തന്നെ പണികളൊക്കെ തീർക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. ഒന്ന് ഉഷാറ് വന്നാൽ അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതാക്കണ ഉറും ഭരിക്കണ ലാമ ഇഴയണ പോലെ 8-10 എന്നും പറഞ്ഞാൽ അതിൻ്റെ പണികൾ ഉണ്ടാവുക. അപ്പം എടുക്കാൻ തിരിഞ്ഞാൽ പിന്നെ ഉഷാറാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ എന്നെ തന്നെ അടിപൊളിയാണെന്ന് പറയാം. അങ്ങനെ ഇതാക്കണ് ആ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഇതാക്കണം ചോറ് തിന്നു, ഇത്തിരി കിഴങ്ങ് പൊരിച്ചും ചോറും തിന്നു. ഓളെന്നും ചോറ് തിന്നിട്ടാണ് പോലെ. ഒക്കെ അതൊരു എനർജിയാണ്. ചോറ് തിന്നുക എന്ന് പറയുന്നത് അതൊരു എനർജിയാണ്. അവൾക്ക് ചായയും കടിയൊന്നും അങ്ങനെ കുടിക്കലില്ല, ഉണ്ടാക്കി വെച്ചാലും കുടിക്കലില്ല. അവൾക്ക് ചോറ് തിന്ന് പോകണം സ്കൂൾക്ക്. അപ്പോൾ ചിലവർക്ക് ചില പുടുത്താണല്ലോ. അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റൊക്കെ അങ്ങനെ ചോറ് തിന്നാൽ ഛർദ്ദിക്കാൻ വരും കേട്ടോ. അപ്പോൾ ഓൾക്ക് ചായയും കടി നിർബന്ധമാണ്. ഇപ്പോൾ കുറേ ചായയും കുടിയും കാര്യങ്ങളൊക്കെ മാറി. ടീനേജുകാരാകുമ്പോൾ അങ്ങനെ തീറ്റയും കുടിയും കുറയോ അതറിയില്ല കേട്ടോ. ഓൾക്കിപ്പോൾ തീറ്റയും കൂടിയും കുറച്ച് കുറവുണ്ട് നല്ലോണം. പക്ഷെ തിന്നാൻ തിരിഞ്ഞാൽ പിന്നെ 36 ഭയങ്കര തീറ്റയാണ് കേട്ടോ. അങ്ങനെ ആ ഓലിയും കൂടി പറഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു സമാധാനമായി. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി ഉണ്ടോ? എന്നാലും സാരമല്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ പുട്ടുണ്ടാക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. പഴം തണുത്തും ചെയ്തു, രാവിലെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പഴം മാത്രമായിട്ട് എനിക്ക് എന്തോ ഒരു ഇടങ്ങേറ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പുട്ടും പൊടി ഉണ്ടായിരുന്നു അവിടെ. 1-2 കുറ്റി പുട്ടിനുള്ളതെന്ന് കേട്ടോ. ഈ ചിരട്ടപ്പുട്ടിന് 1-2 കുറ്റി പൊട്ടുള്ളതെന്ന്. ഇപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ്. പെട്ടെന്ന് ആവി കയറ്റിയെടുത്താലേ പെട്ടെന്ന് ഉണ്ടാകുമല്ലോ, സമാധാനത്തോടെ ഇരുന്ന് കുടിക്കാം. അതിന് മുന്നേ പുഴയിലൊന്ന് പോകണം, പോത്താക്ക് കാടി കൊടുക്കാനുണ്ട്, ഓല പോയി കൊണ്ടുപോയി കെട്ടണം. അങ്ങനെ അല്ലറ ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുക്കാൻ നിൽക്കട്ടെ. പിന്നെ പോരാത്തതിന് പാത്രങ്ങൾ കഴുകാനുണ്ടോ, ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാനുണ്ട്. എപ്പോഴും പാത്രങ്ങൾ കഴുകാനുണ്ടാവൂലേ. ഇതിപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം നേരം ഒഴിവ് തന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പാത്രം കഴുകാൻ തന്നെയല്ല. എൻ്റെ അമ്മക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുണ്ടാവും. എൻ്റെ അമ്മ ഹോട്ടലിലാണ് പണി, പാത്രം കഴുകലാണ് പണി. ആ ഹോട്ടലിലത്തെ പാത്രങ്ങളൊക്കെ അറിയാമല്ലേ, ഇഷ്ടംപോലെ പാത്രം ഉണ്ടാവും. വെച്ചത്, വിളമ്പിയത്, എടുത്തത്, പൊരിച്ചത് എന്നും പറഞ്ഞാൽ ഇഷ്ടം പോലെ 36 ഒരു ദിവസം കൊണ്ട് നമ്മളൊക്കെ ഒരു 365 ദിവസം കഴുകണപ്പോൾ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ 36 1 ദിവസം 1 ദിവസം 2 ദിവസം കൊണ്ട് കഴുകി തീർക്കുന്നുണ്ടാവും. അപ്പോൾ അത്ര ഒന്നും ഇല്ലല്ലോ എന്ന് ഞാനൊരു സമാധാനിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വീണ്ടും അമ്മ ഇതാക്കണം, അമ്മയും കൂടി വന്നിട്ടുണ്ട്. നമ്മളെ സംസാരത്തൊക്കെ ഇതാക്കണം, അമ്മയും കൂടി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പണി? ഇനി എന്താ പണി ഇല്ലാത്തത്? ഇപ്പോൾ കറി ഉണ്ടാക്കാനുണ്ട്. ഇവിടെ ഈ വീതനൊക്കെ ഒന്ന് തുടക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീതൻ്റെ ഈ തല തൊട്ട് ആ തല വരെ നമുക്ക് പാത്രം കഴുകാനുണ്ട്. അന്ന് അത്ര താനം ഇല്ലാനും, പക്ഷെ അടുക്കി പൊറുക്കിയൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങൾ ഇത് അപ്പുറത്തും ഇപ്പുറം കൊണ്ട് മാറ്റി വെച്ചാൽ നമുക്കൊരു സമാധാനക്കേടാണല്ലോ. ഇനിയിപ്പോൾ കുപ്പി ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, കത്തി ആയിട്ടോ, എന്താണെങ്കിലും ആ ഒരു സ്ഥാനത്ത് അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ഥാനത്തേക്ക് വെക്കണം. അതിൻ്റെ ഇടയിൽ പുട്ട് ഇതാക്കണം, വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുട്ടി ചുട്ടു, 2 പുട്ടി ചുട്ടു. അങ്ങനെ അതിലാണ് മൂപ്പര് വിളിച്ച് പറയണത് ചായ കൊണ്ടുവരട്ടോ, വെള്ളം കൊണ്ടുവരട്ടോ എന്നൊക്കെ. ഏതായാലും പുട്ടുണ്ടാക്കിയോണ്ട് ഭാഗ്യപ്പെട്ടു, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പുട്ടും പുഴുങ്ങിയ പഴവും ചായയും വെള്ളമൊക്കെ ആക്കട്ടെ കേട്ടോ, എന്നിട്ട് വേണം കൊണ്ടു കൊടുക്കാനായിട്ട്. ഏതായാലും നമുക്ക് പുഴയ്ക്ക് പോകണമല്ലോ. അപ്പോൾ പുഴയിലാണ് മൂപ്പർക്ക് പണിയില്ലത്, അതുകൊണ്ട് സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറേ ദൂരം പോകേണ്ടി വരും. അപ്പോൾ ഞാൻ പുട്ടും പുഴുങ്ങിയ പഴം പുട്ടുമാണുള്ളത്. കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പച്ചക്കറീൻ്റെ ഒരു ലഭ്യതയും ഇവിടെ കുറവാണ്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ലഭ്യത വളരെയധികം കുറവാണ്. ഉള്ളിയും തക്കാളി മാത്രമേ ഉള്ളൂ. പച്ചക്കറി വാങ്ങാനായിട്ട് പോകണം. അങ്ങനെ പുട്ടൊക്കെ ആയിട്ടുണ്ട്, പാത്രത്തിലാക്കിയിട്ട്. മൂപ്പർക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കി. ഇനി ചായ കുപ്പിയിലാക്കട്ടെ, വെള്ളം കുപ്പിയിലാക്കണം. ചായ കൂടി ആക്കി കഴിഞ്ഞാലപ്പോൾ എന്നെ ഒരു സമാധാനമായി കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതും ഒന്ന് ബാഗിലാക്കണം. പിന്നെ വലിയൊരു കുപ്പിക്ക് വെള്ളം കൊണ്ടുപോകണം കേട്ടോ. നല്ല വെയിലാണല്ലോ, പുഴയിലൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര വെയിലാവും. പക്ഷെ വെള്ളത്തിൽ കറങ്ങി നല്ല തണുപ്പുണ്ടാവും കേട്ടോ. പക്ഷെ നല്ല വെയിലാണ്. അപ്പം വെള്ളം വലിയൊരു കുപ്പിയിൽ തന്നെ കൊണ്ടു കൊടുത്തു. പിന്നെ ചായ ഒരു കുപ്പിയിൽ, പിന്നെ നമ്മളെ പുട്ടും പഴവും ഉണ്ട്, അതും കൂടി ആക്കിയിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. തലയിൽ എണ്ണ തേച്ചിട്ടില്ല, ഇത്തിരി എണ്ണ തേച്ചിട്ട് പോകണം. കുറേ ദിവസമായി എണ്ണ തേച്ചിട്ട്. അങ്ങനെ എണ്ണ തേക്കാതെ നിൽക്കലൊന്നുമില്ല. അപ്പം ഇപ്പം ഈ ഒരു കുറേ ആയിട്ട് നമ്മൾ ഹെയർ പാക്കും കാര്യങ്ങളും അങ്ങനത്തെ ഹെയറിനെ വല്ലാത്ത അങ്ങനെ ശ്രദ്ധിക്കലുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊടിച്ചാണ് തേക്കലുണ്ട് തലയിൽ. ഇപ്പം അതും ഇല്ല കേട്ടോ.
അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിട്ട് തേച്ചാണ്, പിന്നെ ഒന്നും തേച്ചിട്ടുമില്ല. ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതാ 8:35 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിച്ചു വാരൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വന്നിട്ട് തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അലക്കാൻ ഇതാക്കണം, ഞാൻ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അത് കാടിയാണ് കേട്ടോ, പോത്തിന് കൊടുക്കാനുള്ള കാടിയാണ്. അതവിടെ ഒന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ കെട്ടിയത് അവിടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് രണ്ടാളും കൂടി. അങ്ങനെ കാടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ പോന്നു, തിരുമ്പാനും പോന്നു. പിന്നെ മൂപ്പർക്ക് ചായയും കൊണ്ടു കൊടുക്കണം. ദിവസമല്ല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പോത്തുകൾ വാങ്ങി അന്ന് മുതൽ ദിവസമല്ല പരിപാടിയാണിത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരുവിധം വെയിലായിട്ടോ, ഭയങ്കര വെയിലായിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി ഓടിച്ചാടിയൊന്നും ഞാനൊന്ന് കുളിക്കട്ടെ കേട്ടോ. പുഴയിൽ നിന്ന് കുളിക്കുമ്പോൾ ആ ക്ഷീണങ്ങളൊക്കെ മാറി കിട്ടും, നല്ലൊരു സമാധാനമാണ് കിട്ടും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുത്തുണ്ട് കേട്ടോ, ഒരു ഒന്നൊന്നര ഇരുത്തം തന്നെയാണ്. അങ്ങനെ ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചിരുന്നപ്പോഴാണ് അവിടെ ആ കറുത്ത മരത്തുമ്പോൾ ഒരു പഴുത്ത കറുത്ത കാക്ക കൊത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഞാനതൊന്ന് കുത്തുന്നുണ്ട്. പക്ഷെ അത് കടയിലൊക്കെ കൊടുക്കുന്ന പോലത്തെ ചുവപ്പ് കളറിലെ പപ്പായയാണ്. അപ്പോൾ അതൊന്ന് കുത്തിയിടണം. അപ്പോൾ അതാണ് ഈ അട്ടം നോക്കി നിൽക്കണത്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കൊത്തുവോ എന്ന് നോക്കി നിന്ന് പേപ്പറിൽ ഇതാക്കണം. ചൂടുള്ള വാർത്ത എന്ന് പറയുകയാണെങ്കിൽ ആ ദീപക്കിൻ്റെതാണ് കേട്ടോ. ബസ്സിലെ സംഭവം ഉണ്ടല്ലോ, അതാണ്. പെണ്ണൊരുമ്പെട്ടാന്ന് പറയണ കേട്ടിട്ടുള്ളൂ. ഇപ്പം ഏതായാലും ഉഷാറായിക്കണില്ലേ. പെണ്ണൊരുമ്പെട്ടാൽ ഇതല്ല, അതിൻ്റെ അപ്പുറം നടക്കുന്നത് ഉഷാറായിട്ടുണ്ട്. റീച്ചിന് വേണ്ടി ഇതാണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയുന്നത് പഠിച്ചമ്പരം. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്തൊക്കെയാണ് നടക്കണതില്ലേ. അപ്പം ഒന്നും പറയാനില്ല. ഏതായാലും 36 പിടിച്ച് കുറച്ച് ദിവസം ജയിലിലിട്ടാൽ തന്നെ അത് സമാധാനമാണ്. കുറച്ച് ദിവസമല്ല, ആ അമ്മേൻ്റെ ആ ഒരു ദീപക്കിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ സങ്കടം കരച്ചിൽ കേട്ടപ്പോൾ ഉമ്മക്ക് നെഞ്ചിലൊരു പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടൽ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു പൊട്ടൽ, ഒരു കാരണമില്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ അതിനുള്ളൊരു ഫീലിംഗ് ആ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇതാക്കണേ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവും. എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അതിനൊരു പ്രതിവിധിയല്ല. നമ്മൾ പോരാടി തന്നെ നിൽക്കുക. നമ്മളെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചങ്ങോട്ട് നിന്നാൽ മതിയിട്ട്. ഇനിയിപ്പോൾ വലിയൊരു കാറ്റടിച്ച് വന്നാലും ഞാൻ ഈ ഒരു ഇതൊന്നും മാറൂല എന്ന് പറഞ്ഞിട്ട് നിന്നാൽ മതിയായിരുന്നു. എന്നപ്പോൾ ആ അമ്മക്കും അച്ഛനും നല്ലൊരു മകനായിട്ട് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ആര് വന്നാലും നമ്മൾ ചെയ്യാത്ത തെറ്റാണെങ്കിൽ നമ്മൾക്ക് ആരോടും പൊരുതി തന്നെ നിൽക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് നിന്നിട്ടുള്ളത്. ഇതൊക്കെ പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതാകുന്നു കുറച്ചൊക്കെ കടമെടുത്താണ് നമ്മളും തന്നെ ഈ ജീവിതത്തിൽ, നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ പ്രയോഗിക്കുക. നമ്മൾ പോകെയാണല്ലോ ഓരോ പാഠങ്ങൾ പഠിക്കുക. ആ ഒരു പാഠത്തിൽ നിന്ന് ഇതാക്കണം ഞാൻ ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതാക്കണം 5ാമത്തെ കൊല്ലം വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 5 കൊല്ലമായിട്ട് ആരെന്ത് പറഞ്ഞിട്ടും എനിക്ക് ഒരു കുലുക്കമല്ലാതെ ഇതിലിങ്ങനെ നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, ലൈവ് ഇടുന്നുണ്ട്, എല്ലാ പരിപാടികളും എടുക്കുന്നുണ്ട്. 5 കൊല്ലമായിട്ട് ഞാൻ നമ്മളെ ചാനൽ കൊണ്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യന് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു കേട്ടോ. നമുക്കാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ എമ്മാതിരി കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കറിയാം കേട്ടോ. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിധത്തിലും ഇത് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂളി തകർന്ന് തരിപ്പണമായിരുന്നാണ് ഞാൻ ഇത്ര തോന്നെത്തി. ഞാൻ ഭയങ്കര വലുതായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊടിച്ച് നിന്ന് ക്ഷമിച്ച് നെല്ലിപ്പലക വില കടന്നിട്ടും പിന്നെ ഓരോട് ഒരു മറുപടിക്കും പോയിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ചാനൽ കളഞ്ഞിട്ടുമില്ലായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ ബാക്കിൽ എൻ്റെ സ്നേഹിക്കുന്നവർ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെപ്പോലത്തെ കുറച്ച് വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട്. നമ്മളെ മൂപ്പരെ പോലത്തെ അതൊന്നും സാരല്ലടോ എന്നും പറഞ്ഞ് ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കേട്ടോ. ഉണ്ടാകണത് നമുക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതാകണം ഈ ഒരു ചാനൽ ഇപ്പോഴും അവിടെ തന്നെയാണ് കിടക്കുന്നത്. 5 കൊല്ലമായിട്ട് 17,000 തന്നെയാണ് കിടക്കുന്നത്. അത് ചെറിയൊരു സംഖ്യയല്ല, എന്നാലും കൂടിയിട്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ചാനൽ കൊണ്ടു നടക്കുന്നത് നല്ല സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ അതിലൊരു ചെറിയൊരു വീഡിയോ ഇട്ടാലും നിങ്ങൾ ചെറിയൊരു കമൻറ്റ് ഇട്ടാലും ഒക്കെ എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയില്ലേ, കാട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പം ആരും ഒരു ചില്ലറ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും എടുത്ത് ചാടി ചെയ്യരുത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ പുട്ടും ബീഫും കഴിക്കട്ടെ കേട്ടോ. മൂപ്പർക്ക് ചായ വേണ്ടാന്ന് വീണ്ടാമതും 2-3 വട്ടം പറഞ്ഞു കേട്ടോ. 2 വട്ടം പറഞ്ഞു ചായ വേണം, പിന്നെ പറഞ്ഞു ചായ വേണ്ടാന്ന്. ഏതായാലും മൂപ്പര് ചായക്കടി പൊറോട്ട വാങ്ങാൻ പോയപ്പം എനിക്കൊരു ഇത്തിരി ബീഫ് വാങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ബീഫ് വാങ്ങി വന്നു. അങ്ങനെ പുട്ടും ബീഫും ഞാനങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ തുടയ്ക്കാനുണ്ട്, പിന്നെ ഇത്തിരി കറി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി നടത്തണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 സഞ്ചി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സഞ്ചി കൊണ്ട് എന്തെങ്കിലും പരിപാടി എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ 2 സഞ്ചിയാണുള്ളത്. നല്ല പുള്ളി സഞ്ചിയാണ് കേട്ടോ, നല്ല വെള്ളമ്മ പുള്ളി സഞ്ചികളാണുള്ളത്.
അപ്പം ഇതിനൊക്കെ ഒന്ന് കീറി മുറിച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാമല്ലോ. മക്കൾക്ക് എന്തെങ്കിലും ഒരു ഫ്രോക്ക് പോലെ അല്ലെങ്കിൽ ടോപ്പ് പോലെ ഉണ്ട് അടിക്കാമല്ലോ. അപ്പോൾ ജീൻസൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പ് പോലെ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കീറി പറിച്ചെടുക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ശീലം ഉണ്ടാകുന്നു, എത്രത്തോളം അളവ് വേണമെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാനതൊന്ന് കീറി പറിച്ചെടുക്കട്ടെ. എല്ലാ ഭാഗത്തും തുന്നലൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് ഉണ്ടായിരുന്നു കീറാനായിട്ട്. അപ്പം ഇങ്ങനെയാണല്ലേ. പക്ഷേക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ശീലം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തു. ലൈനിങ് തപ്പിത്തരയണ പണിയായിരുന്നു. ഞാൻ ചാക്കിലിട്ടോ പഴയ ഒരു ലൈനിങ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടു. അപ്പോൾ ഒന്നും നമ്മളിതാ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങണമൊന്നുമില്ല, ഇതിനായിട്ട് വാങ്ങണമൊന്നുമില്ല. പഴയ ഡ്രസ്സിൻ്റെയൊക്കെ ലൈനിങ് നല്ലതാവും കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കീറിയാണ്ട് ഒരു ചാക്കിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടിക്കൂട്ടിയപ്പോൾ എന്തായി, അടിക്കാനായിട്ട് വെള്ള നൂലില്ല. ഇനിയിപ്പോൾ വെള്ള നൂല് പോയി വാങ്ങിക്കൊണ്ടിരട്ടെ കടയിൽ നിന്ന്. സമയം 1:30 മണിയായി. ഞാനിന്ന് കടയിൽ പോയി വരട്ടെ. കട അടച്ചോ എന്തോ. ജനാവൊന്ന് പൂട്ടി. അയ്യോ, ഇറങ്ങട്ടെ കേട്ടോ. ഈ ഓട്ടോറിക്ഷ പഠിച്ചെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് പോയാൽ മതി, നടക്കാനാവില്ല, വെയിലാണ്. ഏതായാലും ഇനി പോയോക്കട്ടെ. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? എൻ്റെ ചെരുപ്പ് അത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ചെരുപ്പ് എടുത്തിട്ട്, ഇതാണെങ്കിൽ എൻ്റെ കാട്ടിലും വലിയൊരു ചെരുപ്പാണ്. പക്ഷേ എനിക്ക് ആരെങ്കിലും ചെരുപ്പ് മതിട്ടോ. എൻ്റെ ചെരുപ്പ് ഇതവിടെ, എൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ ചെരുപ്പിടയ്ക്ക് മടിയാ. ആരേതെങ്കിലും ചെരുപ്പിട്ടാൽ മതി, ചെരുപ്പിട്ടാൽ പോരെ. ഞാൻ കടയിൽ പോയിട്ട് വരട്ടെ. ഇനി ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഓളെന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ബെൽ ബട്ടൺ ആക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് പറയേണ്ടത്. ഏതായാലും ഒന്ന് ഹൈപ്പും കൂടി ചെയ്തോളി. അപ്പോൾ കടയിൽ പോയി വന്നിട്ട് ഞാൻ 2 നൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റോട്ടിൽ ഈ കുരുമുളകിൻ്റെ ആ ഒരു കമ്പുകളും കോലുകളും കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് ഇടണമെന്നൊന്ന് കമൻറ്റ് ഇട്ട് പറയണം കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണമല്ലോ. പിന്നെ വീട്ടിൽ വന്നേരം പിന്നെ അടിയോടടി ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാൻ കൈത്തും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി വെച്ച് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച മോഡൽ വേറെയും ഞാൻ അടിച്ചു വന്നപ്പോൾ ഒരു മോഡലും ആയിട്ടുണ്ട്. കാരണം തുണീൻ്റെ ലഭ്യത വീണ്ടും വളരെയധികം കുറവാണ്. ഏതായാലും ഫുള്ളാക്കിയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം.